ശ്രീരാമോദന്തഃ അഥ ആരണ്യകാണ്ഡഃ. സതു ദിവ്യാകൃതിർഭൂത്വാ രാമം സീതോപലബ്ധയേ സുഗ്രീവൻ മൃഷ്യമുഖസ്ഥം യാഹീത്യുക്ത്വാ ദിവം യവൗ. കബന്ധരാകട്ടെ ദിവ്യരൂപിയായി തീർന്ന് രാമനോട് സീതയെ വീണ്ടെടുക്കുന്നതിനായി ഋഷ്യമുഖ പർവ്വതത്തിൽ വസിക്കുന്ന സുഗ്രീവനെ സമീപിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്വർഗം പോയി. തഥാ പ്രീതോ രഘുശ്രേഷ്ഠഃ ശബര്യാശ്രമമഭ്യയാത് തയാഭിപൂജിതഃ പശ്ചാത് പമ്പാം പ്രാപസ ലക്ഷ്മണഃ. ഇതി ശ്രീരാമോദന്തേ ആരണ്യകാണ്ഡഃ സമാപ്തഃ. അപ്പോൾ ശ്രീരാമൻ സന്തുഷ്ടനായി ശബരിയുടെ ആശ്രമത്തിലേക്ക് പോയി. ശബരിയാൽ ബഹുമാനിതനായിട്ട് പിന്നീട് ലക്ഷ്മണനോടൊത്ത് പമ്പയിൽ എത്തിച്ചേർന്നു. ഇതോടെ ശ്രീരാമോദന്തത്തിലെ ആരണ്യകാണ്ഡം സമാപിച്ചു.